Hey guys, welcome back to our video. റിൻഡു ആൻഡ് ഭാഗ്യ ബോക്സ്. അപ്പം നമ്മൾ കുറച്ചൊരു നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. മുന്നേ വലിയ ഫുൾഫില്ലൊന്നും അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ചെറിയ ടച്ച് വിട്ട ഫീൽ ഉണ്ട്. അപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞു, സന്തോഷമാണ്. ആഫ്റ്റർ എ ലോങ് ഇതിൻ്റെ ഫുൾ കഥകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമ്മളൊരു യാത്രയിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കുറച്ച് നേരത്തെ തുടങ്ങണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ ട്രെയിൻ മിസ് ഔട്ട് ചെയ്തു. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് ട്രെയിനിന് വേണ്ടി കുറച്ച് ടൈം ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 7:35 ഒരു ട്രെയിൻ ഉണ്ട്. ഏതായിരുന്നു അത്? ആലപ്പുഴ എക്സിക്യൂട്ടീവില്ല. മുന്നേ നമ്മൾ AC ഒക്കെ ബുക്ക് ചെയ്ത് സെറ്റായിട്ട് ഇരുന്നിട്ട് ഒരു അരമണിക്കൂറിലേക്ക് ചെറുതായിട്ട്. അപ്പോൾ പിന്നെ അത് പോയി. പിന്നെ നമ്മൾ ഇതിന് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ ആർ യു എക്സൈറ്റഡ് ഫോർ ദ ഹണിമൂൺ? എക്സൈറ്റിംഗ് ഒരു വികാരമില്ലല്ലോ. അതെ, സത്യം പറഞ്ഞാല് കല്യാണത്തിന്റെ തലേ ദിവസം മുതൽ ഉറക്കം പോയതാ. ഉറക്കം ഒരു മെയിൻ ഘടകമാണ്. കല്യാണത്തിന്റെ തലേ ദിവസം തൊട്ടിട്ടൊക്കെ ഫുൾ റഷ് ആയിരിക്കും. ഇനിയിപ്പോ മെല്ലെ ഉറക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോ ട്രിപ്പൊക്കെ പോയി വന്നിട്ടാണ് മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങും. ട്രിപ്പില് കിടന്നുറങ്ങണ്ട. അതെ, നമ്മള് ഇങ്ങനെ ഓരോ യാത്രയില്ല. അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാം. കല്യാണത്തിന്റെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? അത് ഷോർട്സ് ആയിട്ട് വന്നിട്ട് ഇടുന്നുണ്ടോ, കുറച്ച് കിട്ടിയ ഷോർട്സ് ഒക്കെ വെച്ചിട്ട്. എന്തായാലും എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കാണാം ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി അപ്കമിങ് വീഡിയോസ് ഒക്കെ ഫുള്ളി മൂഡായിരിക്കും അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കാണ്. അപ്പൊ നമ്മളിവിടെ എറണാകുളം സൗത്തിൽ റീച്ച് ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഡ്രൈവർ വരുന്നുണ്ട്. അപ്പം ആളെ കണ്ടിട്ട് വേണം ഒരു റെസ്റ്റോറൻറ്റ് നോക്കാനായിട്ട്, കഴിക്കാനായിട്ട്. അതെ, അപ്പം അതാണ് ഫസ്റ്റ് ടൈം. എന്നിട്ട് പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് വാഷ്റൂമൊക്കെ പോയി എന്നിട്ട് നേരെ റിസോർട്ട് ഓടിക്കണം. ആകെ ഫുൾ ടയേർഡാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് വേണം റീഷെഡ്യൂൾ ചെയ്ത് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ. അപ്പം എന്തായാലും നമുക്ക് വണ്ടി കണ്ടിരിക്കാം, എന്നിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ട് കാണാം. ഓക്കെ, റീച്ച് ആയിട്ടുണ്ട്. ആവാനായിട്ടുണ്ട്. ഷെഡ്യൂൾ പിന്നെ നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം നമുക്ക് അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് സൈഡ് സീനൊക്കെ നോക്കി പോകുന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിൽ കുറച്ച് സൈഡ് സീൻ കഴിഞ്ഞിട്ട് ടൈമിനനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമുക്ക് അതിൽ ഫസ്റ്റ് ഫുഡ് കഴിക്കാം, ജസ്റ്റ് ഷൂട്ട് യൂസ് ചെയ്യില്ല, അങ്ങനെ അവിടെ പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ലേ ദിനേശ് ബ്രോ? അതെ, അങ്ങനെ തന്നെ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റ് നമ്മൾ അനുഗ്രഹ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അല്ലേ? നീ എന്തോ ഓർഡർ ചെയ്ത്? വെജ് ഫ്രൈഡ് റൈസ്. ഞാനൊരു വെജ് പുലാവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം താരം വരണം, വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഗോപി മഞ്ചൂരിയൻ ഡ്രിങ്ക്സ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് നല്ല ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു 4 hours അപ്രോക്സിമേറ്റ് നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് ആ റിസോർട്ടിലേക്ക് എത്താനായിട്ട്. സോ അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് കഴിക്കാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, ഫുഡ് കഴിച്ച് ഫില്ലായില്ലേ? ഇപ്പോൾ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫില്ലായി. പിന്നെ വാഷ്റൂം യൂസ് ചെയ്തു, ഒരു ജ്യൂസും കൂടെ കുടിച്ചില്ലേ? ചൂടല്ലേ? നല്ല വാഷ്റൂം കൊണ്ട് നോർമൽ യൂസിനെ കൊടുത്തിട്ട് വാഷ്റൂം തന്നെ ഭയങ്കര യൂസബിളാണ്. യെസ്, ഫുഡും അതേപോലെ നീറ്റായിരുന്നു. അവർ സെർവ് ചെയ്യുന്നില്ല, നീറ്റായിരുന്നു. മെയിൻ പർപ്പസ് കഴിഞ്ഞു, ഫുഡ് കഴിച്ച സെറ്റായി. അപ്പം ദിനേശ് ബ്രോനെ ഞാൻ പലതവണ വിളിച്ചു നോക്കി. ദിനേശ് ബ്രോ രാവിലെ കഴിച്ചാന്നൊക്കെ പറഞ്ഞു. നമുക്കിനി നെക്സ്റ്റ് നേരെ റിസോർട്ടിലേക്കാണ്. ലൈക്ക് ഗ്രീൻ വാലി, ഇന്ന് ഗ്രീൻ ആയൂർ ഗ്രീൻ റെസ്റ്റോറൻറ്റിലേക്ക് റിസോർട്ടിലേക്കാണ്. അപ്പം നമുക്ക് ഇനി സ്ട്രെയിറ്റ് ടു ദാറ്റ് ലൊക്കേഷൻ ഏകദേശം ഒരു 80 to 85 കിലോമീറ്റേഴ്സിൻ്റെ 3 to 4 hours ഡിസ്റ്റൻസ് ഉണ്ട്. അത്രയും ഒരു ലോങ് ജേർണി ആയിരിക്കും.
നമുക്ക് പോകുന്ന വഴിക്ക് സൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ്. യെസ്, നീ ഫസ്റ്റ് ടൈം അല്ലല്ലേ? നീ മൂന്നാറിൽ എവിടെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. എവിടെയാ? ഊട്ടി, മൂന്നാർ അവിടെയൊക്കെ പോയിട്ടുണ്ട്. എവിടെയാണ് എനിക്ക് എല്ലാ സ്പെസിഫിക് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലവും ഒരുപോലെ അങ്ങനെയല്ല, ചെറുപ്പത്തിൽ നമ്മള് പോയിട്ടുണ്ട്. ഓർമ്മയില്ല. പോവാത്ത സ്ഥലമല്ല, പക്ഷെ പോയിട്ടുണ്ട്. പക്ഷെ അതിലും ഉണ്ടാവുമല്ലോ കുറെ കവർ ചെയ്യാൻ. മൂന്നാറ് ഈ ഒരു ഇതിലേക്ക് വരുന്നത് അല്ലാതെ അതിലൊരു പാസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ലൊക്കേഷനിൽ എത്താൻ അതിന്റെ ഇടക്ക് ഞാൻ പോവാത്ത സ്ഥലങ്ങളായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. നമ്മള് പണ്ട് കണ്ടതല്ലേ, കുറെ മുന്നുള്ള ഇപ്പൊ കുറെ ഡെവലപ്മെന്റും അവിടെ പണ്ടൊന്നും ഈ റിസോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, അതിന്റെ ഇടയ്ക്ക് സൈറ്റ് സീൻസ് വരുന്നത് കാണാം. ഓക്കെ, ഓൺ ദ ഗോയിൽ നമുക്ക് വേറെ എന്തെങ്കിലും വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫൺ മൊമെന്റ്സ് ഒക്കെ അതും കൂടെ ആയിരിക്കും. ഓക്കെ, നമുക്ക് അവിടുന്ന് കാണാം. നമ്മളിപ്പോ ഒരു ഹാഫ് ദ വേ ആയിട്ടുണ്ടല്ലേ. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല ക്ഷീണമുണ്ട്. ഇനി കുറച്ചു നേരം അവൾ ഉറങ്ങും, കുറച്ച് ഞാൻ ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയാണ് ഞാൻ കുറച്ചു നേരം കുറെ ലോങ്ങായിട്ട് ഉറങ്ങിയിട്ട. അവളിടക്കിടക്ക് എണീച്ച് അങ്ങനെ ക്ഷീണം മാറിയില്ല അല്ലേ? ഇപ്പൊ അവിടെ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ക്ഷീണം മാറുള്ളൂ. സൈറ്റ് സീയിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ സൈഡില്. അതെ, നമുക്ക് എന്തായാലും ഓൺ ദ വേ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഇതുവരെ ഒന്നും കാണിക്കാൻ പറ്റില്ല, നല്ല ഉറക്കായിരുന്നു. ഇവിടെ ഫോണിൽ നമ്മളെ കണക്ട് ചെയ്ത് കാണിക്കാനായിട്ട്. അതെ, എവിടെയെങ്കിലും കാണാൻ സൈറ്റ് സീയിങ് നിർത്താണ് ഞാൻ കാണിച്ചത്. ഓക്കെ, നിങ്ങൾ ഇതേപോലെ മൂന്നാറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ ലൊക്കേഷൻസ് ആണ് നിങ്ങൾ കവർ ചെയ്തത്, ഞങ്ങൾ ഓൺ ദ വേയിൽ പോകുന്ന ലൊക്കേഷൻസിനെക്കാട്ട് അടിപൊളി സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താലും നമുക്ക് നെക്സ്റ്റ് ടൈം ഇതേപോലെ മൂന്നാറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? ആക്ച്വലി നമുക്ക് ഒരാഴ്ച ടൈം ഉള്ളൂ, അതുകൊണ്ടാണ് ഇനിയിപ്പോ നമുക്ക് ടൈമുള്ള പോലെ നമുക്ക് ഇങ്ങനെ പോവാലോ. അതെ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ. നമ്മളെ ഡ്രൈവർ ബ്രോ ഫുഡ് കഴിച്ച സമയത്ത് ആള് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടപ്പോ വേണ്ടാന്ന്, പിന്നെ ആളിപ്പോ അവിടെ കേറിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും ഇനി എവിടെയെങ്കിലും നിർത്തുകയാണെങ്കിൽ അവിടെ നല്ല സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ദിനേശ് ബ്രോ അവിടുന്ന് ഫുഡ് കഴിച്ച് വന്നു. പിന്നെ നമുക്ക് വാഷ്റൂം ഒന്ന് പോകാനുണ്ടായിരുന്നു, പോയിട്ട് പിന്നെ അവിടെ എത്താനായി ഏകദേശം. സൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയാണ് പോയത് ലാസ്റ്റ് അവിടെ എത്താനാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങി. പിന്നെ ഭാഗ്യ ഉറക്കം തുടങ്ങി. ഞാനും കുറച്ച് മുന്നേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിപ്പ് ലൈൻ്റെ ഈ ഒരു സംഭവമൊക്കെ കണ്ട സമയത്ത് നമ്മൾ അവിടെ കയറുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാന്നൊക്കെ രീതിയിൽ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നടക്കൂല്ലേന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഹൈറ്റ് നമുക്ക് രണ്ടുപേർക്കും പേടിയുള്ള കാര്യമാണ്. പിന്നെ ഭാഗ്യൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു, സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുകൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത്യാവശ്യം മലയും കുന്നൊക്കെ പിന്നെ കവർ ചെയ്ത് വരാൻ തുടങ്ങി, മൂന്നാറിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ സൈഡിലേക്ക് എത്തി, പെരിയാർ ഗ്രീൻ ലാൻഡ് അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് മെയിൻലി ചെടികളും മരങ്ങളും, അതായത് ഔഷധ ഗുണമുള്ള ചെടികളും മരങ്ങളുടെയൊക്കെ ഒരു ഗാർഡൻ ആയിരുന്നു. പെർ ഹെഡ് 100 ആണ് ടിക്കറ്റ് റേറ്റ്. നമുക്ക് രണ്ടുപേർക്ക് കൂടെ 200 ആയി. അവിടെ വീഡിയോ അധികം അലൗഡ് അല്ലാത്തതുകൊണ്ട് ചില പോർഷൻസ് മാത്രമേ പകർത്തിയുള്ളൂ. കൊക്കോ, അതേപോലെ തന്നെ ചെറിയ കൈതച്ചക്ക, അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചുവന്ന കളറുള്ള വാഴപ്പഴം, അങ്ങനെ ഓരോ എന്താ പറയുക കൗതുകമുള്ള കുറേ സാധനങ്ങളായിരുന്നു. പിന്നെ ഫുള്ള് കുറേ കിലോമീറ്റേഴ്സ് അകത്തെ ഈ കാട് പോലത്തെ ഈ സ്ഥലത്തിൻ്റെ അകത്ത് മുഴുവനുള്ള സ്ഥാനങ്ങളും ഇതേപോലെ തന്നെ ഔഷധ ഗുണമുള്ള മരങ്ങളും ചെടികളും ഒക്കെയാണ്. നല്ല തണുപ്പാണ്. പിന്നെ ഈ ചീവീട് കരയുന്ന ഈ ഒരു ഒച്ച മാത്രം അതിൻ്റെ അകത്തുണ്ടാവുക. പിന്നെ ഉള്ളിലേക്ക് ഗൈഡില്ലേ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഗൈഡ് എന്തായാലും നമുക്ക് അനിവാര്യമാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ. പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റുകളും പല ലാംഗ്വേജ് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതെന്തോ ഒരു ഇലയാണ്, പച്ചയ്ക്കുന്ന നല്ലതായിട്ട് ധരിച്ചു. പിന്നെ അത് അവരുടെ ഒരു ആയുർവേദ ശാല പോലെ പുറത്തുള്ളതാണ്. അവിടുന്ന് ഈ ഒരു അങ്ങനെ നമ്മൾ സ്പൈസ് ഗാർഡൻ ഇറങ്ങി. അത്യാവശ്യം കുറച്ച് ഏരിയ കവർ ചെയ്തു. പക്ഷെ ഇനിയും എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ 15 ഏക്കർ ഏരിയ. അത്യാവശ്യം കുറെ സ്പൈസസും അതേപോലെ ആയുർവേദിക് കുറെ മെഡിസിൻ പ്ലാന്റ്സും അങ്ങനെ കുറെ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു അവിടുത്തെ ഒരു ഗൈഡ്. അവിടെ എൻട്രൻസ് ഫീസ് 100 rupees ആണ്. പിന്നെ മഴ ഉണ്ടെങ്കിൽ കൊട കിട്ടും.
മഴ ഉണ്ടെങ്കിലും മഴ ഇല്ലെങ്കിലും അങ്ങനെ അപ്പം അത്യാവശ്യം കണ്ടു. പിന്നെ 1-2 സാധനങ്ങൾ മേടിച്ചു. ഫാദറിന് ഷുഗർ ഉണ്ട്, പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഗ്യാസ്ട്രബിളിനൊക്കെ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എന്താ അയലക്കൊക്കെ റിഞ്ചു ഭാഗ്യ വ്ളോഗ്സ്. ഓക്കെ, അപ്പം നമുക്കൊരു സബ്സ്ക്രൈബറിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പം എന്തായാലും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ റിസോർട്ടിലേക്ക് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 5:10 ആയിട്ട്. ഒരു 6-ന്റെ ഉള്ളിലായിട്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. ആനച്ചാൽ ആ ഒരു സ്ഥലത്തിലാണ് നമ്മൾ റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആയൂർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലായിരുന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട്. ഏകദേശം അത്യാവശ്യം നല്ല ദൂരെയാണ്. പിന്നെ അവിടെ ഉള്ളിലേക്ക് എത്തുന്തോറും അത്യാവശ്യം നല്ല തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആയൂർ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലെത്തി. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആധാറൊക്കെ വെച്ച് വെരിഫിക്കേഷൻ കാര്യങ്ങൾ, നമ്മൾ പാക്കേജ് ഡീറ്റെയിൽസൊക്കെ അവിടെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് പോയി. എത്തിയ പാടെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം ആദ്യം തന്നെ കണ്ടുവച്ചു. പിന്നെ നമ്മൾ നേരെ നടന്നിട്ട് റൂമിലേക്ക് കയറി. നമ്മളത് അവിടുന്ന് 3-ാമത്തെയോ 4-ാമത്തെയോ ഇതേപോലെയുള്ള ഒരു ഹൗസായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. റൂം പോയി നമ്മളെ ലഗേജൊക്കെ അവിടെ എത്തിച്ചു. യെസ് ഗായ്സ്, നമ്മളിവിടെ റിസോർട്ടിലെ റൂമിൽ എത്തിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ അകത്ത് കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ വലിയ ചുറ്റുള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഇരുട്ടാവും, അതിന് മുന്നേ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലേ? അതെ, കാണിച്ചു തരാം. ഇതായിരുന്നു ഇതിൻ്റെ ഡൗൺ സ്റ്റെയർ ആണ് നമ്മൾ താമസിച്ചത്. അപ്പ് സ്റ്റെയർ വേറൊരു ടീമായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. കാണാൻ ഇത്തരത്തിലുള്ളൊരു വ്യൂ ആയിരുന്നു നമ്മൾ താമസിച്ച ആ ഒരു പ്ലോട്ടിൽ, അതായത് ആ ഒരു വില്ല പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ. ആ ചീടിൻ്റെ ഒച്ച നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അങ്ങനെ നമ്മളൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ലൈറ്റൊക്കെ പോയി സൺസെറ്റായി. പിന്നെ നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ദേ നമ്മൾ കുളിച്ച് റെഡിയായി. ഈ സമയം ഇപ്പം ഓൾമോസ്റ്റ് 8:30 ആയിട്ടുണ്ട്. ഈ നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെന്താ, വെള്ളം ബോട്ടിൽ നിറയ്ക്കണം നൈറ്റിലേക്ക്. ഇവിടെ ഓൾറെഡി ഒരു ബോട്ടിലുണ്ട്, പക്ഷേ ഒരു ബോട്ടിലും കൂടെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ ബോട്ടിലും കൂടെ വെള്ളമാക്കണം എന്ന് വിചാരിക്കും. നീ എവിടെ പോയ അതന്നെ. അപ്പം അതാണ് നെക്സ്റ്റ് പരിപാടി. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. കടയിൽ പോയി മേടിക്കണം. പക്ഷെ എല്ലാം ഇവിടെ കിട്ടുന്നതാണോ നോക്കാം, ചോദിച്ചു നോക്കാം. എന്നിട്ട് വരാം. നമുക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണോ അല്ലെ റൂം സർവീസ് പറയണോ എന്നുള്ളത് അവിടെ പോയിട്ട് നോക്കാം. നല്ല ആംബിയൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അല്ല, അവിടെ കുറച്ച് ഇതുണ്ട്, പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കാര്യമുണ്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റ് നല്ലതാണ്, അവിടുന്ന് ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ഡെലിവറിന്ന് ലൈക്ക് റൂം സർവീസിന് വിളിച്ചിട്ട് ഇവിടേക്ക് ഡെലിവറി ചെയ്യാൻ പറയാം. ഓക്കെ, ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ഓക്കെ. യെസ്, രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാന്ന് ചോദിക്കാം. ഇവിടെ നല്ല ലൈറ്റ് ഇവിടേക്ക് നോക്ക്. ഇവിടെ തലയിടിച്ച്. യെസ്, അപ്പം ഇവിടുന്ന് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഈ വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ മുകളിലേക്കൊക്കെ റൂമുകളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ടില്ല. താഴത്തേക്കൊക്കെ നല്ല നാളെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണം. മണിക്കൂർ മുന്നേ പറഞ്ഞത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നമുക്കകത്തേക്ക് കയറി നോക്കാം. ഇതാണ് ഗോൾഡൻ ചില്ലി റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ കഴിക്കാൻ അവിടെ എത്തിയപ്പോൾ 2 ഓപ്ഷൻ ആയിരുന്നു. ഒന്നുകിൽ അൺലിമിറ്റഡ് ആയിട്ട് ഈ ബഫേ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ രാത്രിയാണ് നമ്മൾ ലൈറ്റായിട്ട് കഴിക്കാന്ന് വിചാരിച്ച് ഓപ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. എന്താ കണ്ടത്? ചപ്പാത്തിയും എഗ് ചില്ലിയും മസാല ഓംലെറ്റ്. ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി, ഇതെന്താ സാധനം, കുപ്പീൻ്റെ അപ്പുറത്ത് എഗ്ഗ് മസാല ഓംലെറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ചപ്പാത്തിയും ഇതൊക്കെ കഴിച്ചിട്ട് വരാം. അല്ലേ? ഓക്കെ.
കഴിച്ചിട്ട് വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, റൂമിൽ തിരിച്ചെത്തി. പിന്നെ കോക്കനട്ട് ഓയിൽ മറ്റേ ഡ്രൈവറെ കൊണ്ട് മേടിപ്പിച്ചു. പാവം മൂപ്പര് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ കുറച്ച് അങ്ങോട്ട് 2 വളം കൊണ്ട് കയറി. അവിടെയാണ് നല്ല ഇരുട്ടുമാണ്. പിന്നെ അത്രയ്ക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാ. പ്രോപ്പർ മൂന്നാറല്ല, എന്തെങ്കിലും സ്ഥലത്തിന്റെ പേര് കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മേലോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഈ നായ്ക്കുട്ടിയും കൊണ്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് വലിയ സേഫ്റ്റി ഒന്നുമില്ല. അപ്പൊ ഞാൻ താഴത്തോട്ട് തന്നെ ഇറങ്ങി മൂപ്പരടുത്ത് പറഞ്ഞു. പക്ഷെ നല്ല ഇരുട്ടല്ലേ, ഫെമിലിയർ അല്ലാത്തൊരു പ്ലേസ്. ആളെ പറഞ്ഞിട്ട് പിന്നെ ആള് ഞാൻ പോയി വാങ്ങിക്കൊണ്ട് തന്നു. അങ്ങനെ എന്നിട്ട് പിന്നെ അത് മേടിച്ച് നേരെ റൂമിലോട്ട് പോകുന്നു. ഇനിയിപ്പോ കുറച്ച് ടാസ്കുകളുണ്ട്. അതായത് നമ്മളെ കല്യാണത്തിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. വീഡിയോസ് അല്ല, ഫോട്ടോസ് ഡ്രൈവിലാക്കി ലിങ്ക് അയച്ചു തന്നിട്ട്. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റയില് പോസ്റ്റും ചെയ്യണം. പോരാത്തതിന് ആൽബം ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കും വേണം, നല്ല പിക്ക് നോക്കിയിട്ടേ. അപ്പൊ അത് ഡ്രൈവിനകത്ത് കൊറേ പിക്ക് ഉണ്ട്. അപ്പൊ അതിൽ സെലക്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ടാസ്ക് ആണ്, നല്ലൊരു ടാസ്ക്. അപ്പൊ അത് ചെയ്യണം ഇനിയിപ്പോ. പിന്നെ ഞങ്ങളാണെങ്കിൽ TV ഉള്ളോണ്ട് ഒരു ഫിലിം എന്തെങ്കിലും വെക്കാന്ന് വെച്ച് മാധവന്റെ പഴയ സിനിമ മിന്നലെ സിനിമ അത് വെച്ചിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അതെ, ഞാൻ സിനിമ കാണുന്നു, അപ്പുച്ചി പോസ്റ്റ് ചെയ്യുന്നു, പാട്ട് ഞാൻ പറഞ്ഞു. എളുപ്പമുള്ളതൊക്കെ എനക്ക്, കടുപ്പുള്ളതൊക്കെ അങ്ങനെ തന്നെ. എന്താല്ലേ, ശരി, ഒരു കുടുംബിനിയായി ഞാൻ. ശരി എന്നാ ടാസ്കിലേക്ക് കിടക്കട്ടെ. ഗുഡ് മോർണിംഗ് മൂന്നാർ. അപ്പൊ നമ്മള് ഒഫീഷ്യൽ ഡേ 1 അറ്റ് മൂന്നാർ അല്ലേ. ഇന്നലെ നൈറ്റ് നമ്മള് കാണിച്ചല്ലോ. നമ്മള് ജസ്റ്റ് വന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിച്ചു. പിന്നെ നൈറ്റ് കുറച്ച് ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്ത അവിടെ തന്നെ ഉറക്കം തോന്നി രണ്ടുപേരും. പിന്നെ കിടന്നു. പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. എന്നിട്ട് പിന്നെ ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഇവിടെ തലേ തേക്കുന്ന വെളിച്ചെണ്ണയൊന്നുമില്ലേ, അപ്പം ഇന്നലെ രാത്രി വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അതൊക്കെ തേച്ച് കുളിച്ച് സെറ്റായി, ഡ്രസ്സൊക്കെ മാറി. ഇതാ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്മള് സേവ് ദ ഡേറ്റിന്റെ ആ ഒരു സെയിം ആണ്. എന്റെ ജീൻസ് മാത്രം കിട്ടി. ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ വിട്ടു. ആകെ കുറച്ച് ഡ്രസ്സ് ഗാർമെന്റ്സ് മേടിക്കണം. പിന്നെ ലഗേജ് കുറെ ഉണ്ട്, കൊള്ളുന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ കൊണ്ടുവരാൻ. അതെ. അപ്പൊ എന്തായാലും നമ്മളിവിടുന്ന് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പാക്കപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആണ്. സോ കാലിയാവുന്നതിന് പോയി നോക്കാം. ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം നമ്മൾ കഴിച്ചു വരുന്ന റിസോർട്ടിന്റെ ഒക്കെ ഒരു ഭംഗി കാണിച്ചു തരാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ മൂന്നാറൊന്നും ജസ്റ്റ് കറങ്ങണം. സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ അറിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മള് നെക്സ്റ്റ് അത് നമുക്ക് അപ്പൊ പറയാം. അങ്ങനെ നമ്മൾ കഴിക്കാൻ എത്തിയപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോംപ്ലിമെന്ററി ആണെന്ന് വിചാരിച്ച് തീരെ പിശുക്കിയിട്ടൊന്നുമില്ല. നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റും ജാമും ഉണ്ടായിരുന്നു. പൂരി, ഭാജി, ദോശ, സാമ്പാർ, ചട്നി, പിന്നെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ കോഫി, അങ്ങനെ അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് പറ്റിയ സാധനങ്ങൾ നമ്മളെടുത്തു. ഞാൻ എല്ലാ ഐറ്റംസും കുറച്ച് വെച്ചെടുത്തു ടേസ്റ്റ് ചെയ്യാനായിട്ട്. അവൾ ബ്രെഡ് ടോസ്റ്റും സേമിയ ഉപ്മാവും പിന്നെ ബ്രെഡ് ടോസ്റ്റിന് കൂട്ടാൻ ജാമും എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് മതി പറഞ്ഞു. കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം ഒരു ഗാർഡൻ സെറ്റപ്പ് പോലെ ഉണ്ടായിരുന്നു. ഒരു ബാക്ക് യാർഡ് സെറ്റപ്പ് വെച്ചാൽ നമ്മുടെ ഫോറിൻ ഒരു സ്ഥലത്തൊക്കെ കണ്ടിട്ടുള്ളൊരു ടൈപ്പ്. Never, ever, never. Never, ever, never. You're the universe and I was revolving like a sun on my own. That you would do anything for me, but I just need to move on. Oh, I was running from a bad thing when I first met you. This is gonna hurt, but it doesn't make it any less true. I never really loved you. I never
അങ്ങനെ നമ്മള് Breakfast ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് നല്ല ആയിരുന്നു. breakfast. ഒരു ഇവിടുത്തെ ഫുഡ്സിന്റെ ഒക്കെ ഒരു മെയിൻ എന്താ വെച്ചാൽ ഒരു നോർത്ത് ടച്ച് ആണല്ലോ. മസാല ആയാലും അധികം ആൾക്കാർ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഒരു അധികം കുക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരായാലും അധികം നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. ഹെൽത്തി ആണെന്ന് തോന്നുന്നു. ഇതുവരെ വേറെ പ്രശ്നമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് നല്ല നല്ല സ്പോട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറിച്ചില്ലേ. അതെ, നമ്മൾ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ കുറച്ച് ലൊക്കേഷൻസ് കൂടെ കവറപ്പ് ചെയ്യാനുണ്ട്. എന്നിട്ട് നേരെ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് അല്ലേ. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിഷ്വൽസ് ഒക്കെ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മെല്ലെ ഇറങ്ങും. ഈ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ബാഗ് വരുന്നത് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ്. അപ്പൊ നമ്മൾ അത് വെച്ച് പട്ടിഷ ഗിഫ്റ്റ് കിട്ടിയ വാച്ച് എല്ലാം സെറ്റ് ആയിട്ട് എല്ലാം മുതലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല റൂമായിരുന്നു, അത്യാവശ്യം ഹൈജീൻ ആയിരുന്നു, ഫുഡായാലും ഒക്കെ ഓക്കെ ആയിരുന്നു. ആകെ മിസ് ഔട്ട് ആയത് കോക്കനട്ട് ഓയിൽ ഉണ്ടാവില്ല വിലത്തേക്കാനായിട്ട്. പിന്നെ പേസ്റ്റ് കൈ കരുതണം, അത് രണ്ടും കയ്യിലെടുക്കുക. ബാക്കിയൊക്കെ ഓക്കെ ആണ്. അപ്പോൾ ആയുർഗ്രീൻ റിസോർട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. മൂന്നാർ പ്രോപ്പർ മൂന്നാറല്ല, കുറച്ച് ഉള്ളിലേക്കുള്ള ലൊക്കേഷനാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എല്ലാം ഇറങ്ങാം അല്ലേ. ഓക്കെ, ഇറങ്ങാം. പിടിച്ച് നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നെക്സ്റ്റ് ലൊക്കേഷൻ വ്യൂ പോയിന്റ് ആണെന്നാണ് ദിനേശ് ബ്രോ പറഞ്ഞത്. അതുകൊണ്ട് ഗൈഡൻസ് പ്രകാരം ദിനേശ് ബ്രോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ ഈ ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് തൊഴിലാളിയെ കണ്ടു. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അങ്ങോട്ട് ഫുള്ള് നമുക്ക് മലകളും താഴ്വാരകളും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള റിസോർട്ടുകളും നല്ല നല്ല വ്യൂസ് കിട്ടുന്ന പല റിസോർട്ടുകളും. പിന്നെ ഒക്കെ കുറേയൊക്കെ റിസ്ക് ആണ്, കാരണം നമ്മൾ കൂടുതൽ വ്യൂസിന് വേണ്ടി നല്ല ഹൈറ്റിലേക്ക് ബിൽഡ് ചെയ്യും. അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യം പറഞ്ഞ് അങ്ങനെ പോകുന്ന കുറേ കാഴ്ചകളും കണ്ടു. ആള് പിന്നെ കുറേ വർഷമായിട്ട് ഡ്രൈവിങ് ഈ ഒരു ഇതിലുള്ളതാണ്. സ്വന്തമായിട്ട് ടാക്സി ഉണ്ടായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ ഓടിച്ചു. അപ്പോൾ ആള് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു, അറിയാവുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ, അതായത് അത്യാവശ്യം ഒരു മിഡ് വേയിൽ എന്നൊക്കെ പറയാം, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മിഡ് വേയിൽ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് കുറേ കാഴ്ചകളൊക്കെ ഇവിടുന്ന് ആസ്വദിച്ചു. അത്യാവശ്യം ഹൈറ്റ് തന്നെയായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വെയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നാവെടുത്ത് അകത്തേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ മഴയും പെയ്തു. നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തീരുന്നതിന് മുന്നേ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മൾ അവിടെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തതിൻ്റെ കൂട്ടത്തിൽ എടുത്താണ്. പിന്നെ അവള് കയ്യിലിരിക്കുന്ന ചോയിങ് എന്തിനാ മേടിച്ചതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. പക്ഷേ കാറ്റടിക്കുന്ന ഒച്ചനെ കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല, നല്ല വിൻഡ് ബേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവള് കാര്യമായിട്ട് ചോയിങ് വെച്ചാൽ അവൾക്ക് പ്രഷർ വേരിയേഷൻ വരുന്ന സമയത്ത് ആ ഒരു ചെവിയിൽ വേദന വരുന്ന ആ ഒരു ഇഷ്യൂ ഉണ്ട്, അതായത് ഹെയർ പിൻ വളവ് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ അത് അവളെ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ മ്യൂട്ട് ചെയ്തത്. പ്രഷർ കയറുന്ന സമയത്ത് ചെവി അടയുന്ന സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്നത്. പക്ഷെ തിരിച്ച് തുറക്കുന്ന സമയത്ത് ഈ ഒരു പെയിന് ചിലർക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ റെമഡി എന്താണെന്നുള്ള. ഇതൊരു വ്യൂ പോയിന്റാ. നമുക്ക് തിരിച്ചോണ്ട് വരാം. സെക്യൂരിറ്റി ടാറ്റയുടെ മന താമസിക്കുന്നു. ഇപ്പം താമസിക്കുന്നുണ്ടോ? സർവന്റ് ഇരിക്കുന്നുണ്ടോ? ഫാക്ടറിയിലെ ഭയങ്കര അടിപൊളിയാണ്. നമ്മളൊരു 50 വർഷം അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ആൾ പറഞ്ഞു തന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ നമ്മൾ പോയത് ആ ഒരു ടീ മ്യൂസിയത്തിലേക്കായിരുന്നു. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ടീ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ച അത്ര പഴക്കമൊന്നും കാണില്ല എന്നുള്ളൂ. പക്ഷെ ആൾ പറഞ്ഞ പോലെ തന്നെ നല്ല പഴക്കമുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടേക്കുള്ള വഴി ഇതേപോലെ കുറച്ച് സീൻ വഴിയാണ്. 2 സൈഡ് ഇതേപോലെ തടികളൊക്കെ വെച്ചിട്ട് അങ്ങനത്തേക്കുള്ള വഴികളാണ്. ഒരു ഊട് വഴി പോലത്തെ സ്ഥലമാണ്. പക്ഷെ കാണാനുള്ള കാഴ്ച അവിടെ അത്രയും വേർത്തായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു ടീ ഫാക്ടറി.
അങ്ങനെ നമ്മളെ ബ്രോ പറഞ്ഞ പോലെ അകത്തെത്തി ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റ് എടുത്തു. അഡൽട്സിന് 250 ചിൽഡ്രൻസിന് 100 പെർ ഹെഡ് ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റുക. അധികം ടൂറിസ്റ്റുകൾ തന്നെയാണ്, നമ്മളെപ്പോലെ വരുന്നവരും പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് വ്യൂ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ മൂന്നാർ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തത്. നീ ഓർമ്മ ഉണ്ടോ? അതേപോലെ തന്നെയൊക്കെ തന്നെ ഇരുന്നതാണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ഥലങ്ങളായിട്ട് പോയി ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് സെക്കൻഡ് പോകുന്നിട്ടുള്ള ഓൾഡ് ടീ ഫാക്ടറി. ഇതിപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണെന്ന് പറയുന്നത്. തന്നെ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ടീ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, അതായത് ടീ പൗഡറിലേക്ക് ടീന്റെ ആ ഒരു ലീഫിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവം കാണാനും പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതായാലും അഡൽട്സിന് ടിക്കറ്റ് 250 അല്ലേ? അല്ല 150 ആണ്. അഡൽട്സിന് 250, ചിൽഡ്രൻസിന് 150 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചില്ല. വീഡിയോ അലോഡ് ആണോന്ന് അറിയില്ല, ഉള്ളിലോട്ട് നോക്കാം. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് കാണിച്ചു തരാം. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കവർ ചെയ്യാം. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറാം. ഈ പുള്ളിയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നത്. അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികം എടുത്തില്ല. എല്ലാ ലാംഗ്വേജും ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ അകത്ത് കയറിയെങ്കിൽ ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ പകർത്തി. എനിക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ, ഈ ടീൻ്റെ കെമിക്കൽ ഫോർമുല, പിന്നെ ഇതിൻ്റെ സെപ്പറേഷൻ, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറേ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അത് ഫ്രം ടോപ്പ് ടു ബോട്ടം മീൻസ് ഫസ്റ്റ് തൊട്ട് അവസാനം വരെയുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. ലാസ്റ്റിലേക്കുള്ള പ്രോസസ്സ് ഫെർമെൻറ്റേഷൻ അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ലെയറായിട്ട് ഈ ഇല ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ അടിയിലുള്ള വെയിറ്റ് കുറഞ്ഞ ഇല സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ അങ്ങനെ ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, ഗ്രീൻ ടീ, ഏറ്റവും ലാസ്റ്റ് ലെയറാണ് ഈ ബ്ലാക്ക് ടീ എന്ന് തോന്നുന്നു. ഏറ്റവും ഫസ്റ്റ്, അതായത് ആ ഇളം ഇല വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് വൈറ്റ് ടീ. അതാണ് ഏറ്റവും പ്യുവർ എന്നാണ് ആൾ പറഞ്ഞത്. അതിവിടെ മാത്രമേ കിട്ടൂ പ്യുവറസ്റ്റ് ഫോമിൽ എന്നൊക്കെ ആൾ കുറേ പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറേ സാധനങ്ങൾ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സ്മെല്ല് ചെയ്യാനൊക്കെ തന്നു. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, അവൾക്കും വലിയ വ്യത്യാസം തോന്നില്ല. കാരണം നമ്മൾ കുടിക്കുന്ന ചായൻ്റെ ടേസ്റ്റൊന്നും ആ സാധനത്തിനില്ല. പക്ഷെ അത് വേറെ തന്നെ ഒരു ഹെൽത്തി സംഭവമാണെന്ന് പറഞ്ഞിട്ട്. ഈ കാണുന്ന സാധനമാണ് വൈറ്റ് ടീ, ആ കാണുന്നതാണ് ബ്ലാക്ക്, പിന്നെ അതിൻ്റെ മേലെ കുറേ ലൈക്ക് ഗ്രീൻ ടീ, അങ്ങനെ കുറേ വേരിയൻസ് പറഞ്ഞു. അപ്പോൾ അതിൽ വൈറ്റ് ടീ നമ്മൾ ജസ്റ്റ് ഇതുവരെ കുടിക്കാത്തതുകൊണ്ട് നമ്മളെടുത്ത് കുടിച്ചു. ഈ വെള്ളം പോലെ കാണുന്നതാണ് വൈറ്റ് ടീ, അതിൻ്റെ മേലെ കാണുന്നതാണ് ഗ്രീൻ ടീ, അതിൻ്റെ ബാക്കിലാണ് ബ്ലാക്ക് ടീ. അങ്ങനെ ബ്ലാക്ക് ടീ വലിയ ഗുണമൊന്നും ഇല്ലാത്തതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും കുടിക്കുന്നത് ബ്ലാക്ക് ടീ ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതോ ഒരു ടീ പറഞ്ഞു. അങ്ങനെ ക്യാൻവാസിങ് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ബിസിനസ്, അറിയാമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും കിട്ടാത്ത സാധനം എന്തായാലും അവിടെ നിന്ന് മേടിക്കും. നമ്മളും വൈറ്റ് ടീ മേടിച്ചു. പുറത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത് പുറത്തും ആ സാധനം. നമ്മളകത്ത് കയറി, അകത്ത് വീഡിയോസ് അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് വിഷ്വൽസ് മാത്രമേ പകർത്തി. പ്രോസസ്സിങ് കംപ്ലീറ്റ്ലി പറഞ്ഞു. വൈറ്റ്, ഗ്രീന്, ബ്ലാക്ക്, പിന്നെ ലാസ്റ്റ് ഭയങ്കര സ്ട്രോങ് പാൽ ചായക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ 4 ടൈപ്പോ. വൈറ്റ് മാത്രം നല്ല റേറ്റ് ആണ്. ഏറ്റവും ക്വാളിറ്റി കൂടിയതെന്ന് അവർ പറയുന്ന സാധനം വൈറ്റ് ടീ ആണ്. കാരണം വെച്ചാൽ നാച്ചുറലി ഉണ്ടാക്കുന്ന സാധനം ജർമ്മനിലേക്ക് മാത്രമേ കയറ്റിയേക്കുള്ളൂ. ഇവിടെ ഒന്നും അങ്ങനെ കൊടുക്കില്ല. അറിയില്ല, സത്യാവസ്ഥ അറിയില്ല. അവരതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കാം. നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഏലക്കാറ്റ ചായപ്പൊടി മേടിക്കുന്നത് നോക്കട്ടെ. അത് നമുക്ക് ഇവിടുന്ന് റിപ്പിൾസിന്റെ ടീ ഹൗസ് കയറുമ്പോൾ നമുക്ക് അവിടെ നോക്കാം. ഇവിടെ എന്തായാലും പ്രോസസ് ഒക്കെ അടിപൊളിയാണ്. വൈറ്റ് ടീ ഉണ്ടാക്കുന്ന പ്രോസസ് അവർ പറഞ്ഞു തന്നത് വന്നിട്ട് നാച്ചുറൽ വെച്ചിട്ട് ഡ്രൈ ചെയ്ത് ഉണ്ടാക്കുന്നതാണെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ബൾബിന്റെ അടിയിൽ ആ ചൂട് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. ബാക്കിയൊക്കെ അകത്ത് വെച്ചിട്ട് ഫ്രാഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കുന്നതാണ്. ഈ ഗ്രീൻ ടീ ആയാലും ബ്ലാക്ക് ടീ എല്ലാ സാധനവും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് കണ്ടു. ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ആ വീഡിയോ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതും കൂടെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇനി ഇറങ്ങാം അല്ലേ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:21 നമുക്ക് ബാക്ക് പോകുന്ന സമയത്ത് ഒരു ട്രക്കിങ്ങിന് അവിടെയും കൂടെ കയറിയിട്ട് പോകണം എന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കൂടെ കഴിക്കാം അല്ലേ. അപ്പോൾ നമ്മളിവിടുന്ന് തൽക്കാലം ബ്രിട്ടീഷ് ടീ ഫാക്ടറി, ബ്രിട്ടീഷുകാരെ കാലത്തുള്ള ഹാരിസൺസ് ടീ ഫാക്ടറിനോട് ബൈ ബൈ.
അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് വേറൊരു സ്ഥലത്ത് ഇതേപോലെ സ്റ്റോപ്പ് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു, നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന നമ്മൾ പിന്നെ ചോളം പോകുമ്പോൾ നല്ല രീതിക്ക് മഴ പെയ്തു. അപ്പം മഴ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോയി ചോളം വാങ്ങാൻ വേണ്ടി കയറി. ഒരു റോഡ് സൈഡ് കടയായിരുന്നു, അത്ര ഹൈജീനിക് ഒന്നല്ല, അവിടെ ഉള്ള ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം ഇതൊക്കെ തന്നെയാണ് മെയിൻലി. നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോളം മതി പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചോളം നോർമലി നമ്മൾ മുളക് പൊടി അതൊക്കെ ഇട്ട് കണ്ടിട്ട് മറ്റേ ഗ്ലാസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ടൈപ്പ് സാധനമായി. അതല്ലാതെ പിന്നെ നമ്മൾ ചെറുനാരങ്ങയും മുളക് പൊടിയും കൂടെ മറ്റേ ചോളത്തിനെല്ലാം ഒരത്തിയിട്ട് ഈ ഒരു സാധനം വാങ്ങി. അപ്പോൾ മഴ ഇതായപ്പോൾ പിന്നെ നമ്മൾ നേരെ കാറിൽ കയറിയിട്ട് പിന്നെ ലേറ്റ് ആവേണ്ടാഴ്ച അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയി. പോകുന്ന വഴിക്ക് അവൾ പറഞ്ഞ പോലെ നമ്മൾ ഗ്രീൻ ടീ മേടിക്കാൻ വേണ്ടി കയറി. ഈ റിപ്പിൾസിൻ്റെ ഈ ഒരു ഇത് അവളുടെ അമ്മ പറഞ്ഞ പ്രകാരം ഗ്രീൻ ടീ അല്ല ഇതായിരുന്നു ഏലക്കായൻ്റെ ചായ. അപ്പോൾ പോകുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഇത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു കേട്ടോ. എന്നാൽ കയറി പാടെ ശ്രദ്ധിച്ചു ഫുഡ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഫുഡ് കഴിച്ചിറങ്ങി. ഹൈദരാബാദി ബിരിയാണി ചിക്കൻ അല്ല, വെജിറ്റേറിയൻ ആണ്. നോക്കിപ്പണ്ട് വാങ്ങിയിട്ടില്ല, പണി വേണം. സെക്കൻഡ് പിന്നെ ആദ്യം പറഞ്ഞ ഹൈദരാബാദ് മേടിക്കാന്നാണ്. അപ്പൊ ഇങ്ങനെ അല്ല നോണല്ലല്ലോ, പിന്നെ അത് അതിനാണെങ്കിൽ നല്ലതുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു പനീറാക്കി. അപ്പൊ ഈ വേണ്ട തന്നെ മേടിച്ചു. ഞാൻ വെച്ചത് കുറച്ച് പ്രൈസ്ഡ് ഇപ്പൊ അതുകൊണ്ടായിരിക്കും വിചാരിച്ചത് കുഴപ്പമില്ല മേടിച്ച് വാങ്ങി. പിന്നെ മഷ്റൂമിന്റെ ഒരു ഫ്രൈഡ് റൈസ് രണ്ട് കഴിച്ച് ഫില്ലായി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബാംബൂഡെയിൽ റിസോർട്ടിലേക്കാണ് എത്തിയത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഫുള്ള് ബാംബൂല് ഡെക്കറേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു. കയറിയപ്പോൾ തന്നെ നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. നമുക്ക് കുറിയൊക്കെ തൊട്ട് കൊടുത്തു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും നിങ്ങൾ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.